നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ കുടിയാൻമല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എരുവേശി പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളിയെ കുളിമുറിയിൽ കഴുത്തറുത്തു കൊന്ന സംഭവത്തിൽ സഹോദരി ഭർത്താവ് അറസ്റ്റിൽ. മരിച്ചത് ഒഡീഷ സ്വദേശിയായ ഫിലിപ്പ്. അറസ്റ്റിലായത് സഹോദരി ഭർത്താവ് രമേശ. സ്വന്തം ജന്മദിനത്തിൽ രക്തം ദാനം ചെയ്ത് മാതൃകയായി മാഹി MLA അഡ്വക്കേറ്റ് ടി അശോക് കുമാർ. രക്തദാന ക്യാമ്പിൽ ശേഖരിച്ചത് 76 യൂണിറ്റ് രക്തം. തലശ്ശേരി നഗരസഭയിലെ കുടിവെള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടാൻ തീരുമാനം തലശ്ശേരി MLA കാരായി രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ. ഇന്ത്യൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച പ്രതിരോധ താരങ്ങളിലൊരാളും മുൻ ദേശീയ ടീം ക്യാപ്റ്റനുമായ മേക്കുന്നിന്റെ സ്വന്തം VP സത്യന്റെ ഓർമ്മകൾക്ക് 18-ന് 20 വർഷം. അഭിമാന താരത്തെ ആദരപൂർവ്വം സ്മരിക്കാൻ ജന്മനാട്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ കുടിയാൻമല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എരുവേശി പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളിയെ കുളിമുറിയിൽ കഴുത്തറുത്തു കൊന്ന സംഭവത്തിൽ സഹോദരി ഭർത്താവ് അറസ്റ്റിൽ. ഒഡീഷ സ്വദേശിയായ ഫിലിപ്പാണ് മരിച്ചത്. കൊല്ലപ്പെട്ട ഫിലിപ്പിന്റെ സഹോദരി ഭർത്താവായ രമേശനാണ് ഫിലിപ്പിനെ കൊലപ്പെടുത്തിയത്. മദ്യപാനവും കുടുംബ പ്രശ്നങ്ങളുമാണ് കൊലയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ സംഭവം പുറത്തറിഞ്ഞതോടെ നൂറുകണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. കെട്ടിട നിർമ്മാണ ജോലികൾക്കായി എത്തിയ തൊഴിലാളികളാണിവർ. വർഷങ്ങളായി പൂപ്പറമ്പിൽ വാടക കെട്ടിടത്തിലെ താമസക്കാരാണ്. കൂടെ താമസിച്ചിരുന്ന മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളി സംഭവം നാട്ടുകാരോട് പറഞ്ഞപ്പോഴാണ് നാട്ടുകാരും വിവരമറിയുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുടിയാൻമല പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI ജോസ്, SIമാരായ പ്രകാശൻ പടിക്കൽ, സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയാണ്. ജന്മദിനം ആഘോഷിക്കാൻ പുതുവഴികളുണ്ട്. എന്നാൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന രക്തദാനം തന്നെയാണ് ഏറ്റവും വലിയ ജന്മദിന സമ്മാനമെന്ന സന്ദേശവുമായി സ്വന്തം ജന്മദിനത്തിൽ രക്തം ദാനം ചെയ്ത് മാതൃകയായി മാഹി MLA അഡ്വക്കേറ്റ് ടി അശോക് കുമാർ. മാഹിയിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ 75 യൂണിറ്റ് രക്തമാണ് ശേഖരിച്ചത്. ബ്ലഡ് ഡൊണേഴ്സ് കേരള കണ്ണൂർ ചാപ്റ്ററിന്റെയും കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിന്റെയും സഹകരണത്തോടെ മാഹി മേരിമാത കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അങ്കിത് കുമാർ IAS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. So it is a very essential resource, a very scarce resource. It cannot be, as rightly said, that cannot be made in factories, it cannot be manufactured. Only source of blood is by donation from our fellow generous human beings. So I would like to suggest that once this donation, this is a very generous activity, this is a very humanitarian activity. So more and more people should participate in this and help our fellow humans. It is a totally safe and it does not done in a proper manner. It is there is not cause any problem. Also, the body automatically makes that amount of blood in a very short time. So there is no need to fear or no need to fear any contamination also, because the entire process is very safe and done by trained team. ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ K. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജന്മദിനത്തിൽ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന രക്തദാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MLA അഡ്വക്കേറ്റ് ടി അശോക് കുമാർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്ത് മാതൃകയായത്. ജന്മദിനാഘോഷം രക്തദാനത്തിലൂടെ എന്നൊരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഞാനിന്ന് എൻ്റെ ജന്മദിനത്തിന് രക്തദാന ക്യാമ്പ് നടത്തുന്നത്. നമ്മൾ സാധാരണ ജന്മദിനം, വിവാഹവാർഷികം, അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ അമ്പലങ്ങളിലും കേക്ക് കട്ട് ചെയ്തിട്ടും മറ്റു ആഘോഷങ്ങളും നടത്തിയാണ്
സാധാരണ നടത്താറ്. അതിൽ നിന്ന് നമുക്കൊരു ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് 3 ജീവൻ രക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്, അവസരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആളുകളും ജന്മദിനത്തിനും വിവാഹ വാർഷികത്തിനും ബ്ലഡ് നൽകണമെന്ന സന്ദേശം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്യാമ്പ് നടത്തുന്നത്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ക്യാമ്പിൽ 76 യൂണിറ്റ് രക്തം ശേഖരിച്ചു. രക്തദാനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. രക്തദാനത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ നിഖിൽ രവീന്ദ്രനെ MLA ആദരിച്ചു. രക്തദാനം നടത്തിയവർക്ക് സർട്ടിഫിക്കറ്റുകളും മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ പ്രിവിലേജ് കാർഡുകളും വിതരണം ചെയ്തു. തുടർന്ന് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരവും പങ്കുവച്ചു. മാഹി പോലീസ് സൂപ്രണ്ട് B. ധനശേഖരൻ, മാഹി ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കരേക്കാട്ട്, PP റിയാസ്, ഫസൽ ചാലാട് എന്നിവർ സംസാരിച്ചു. മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് കോളേജ്, ഇന്ദിരാഗാന്ധി പോളിടെക്നിക് കോളേജ്, ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി. OP പ്രശാന്ത്, റെയ്സ് മാടപ്പീടിക, K. അനിൽകുമാർ, K. സുനിൽ, K. അജയൻ, ഉഷസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തലശ്ശേരി നഗരസഭയിലെ കുടിവെള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടാൻ തീരുമാനം. MLA കാരായി രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ സാങ്കേതിക തടസ്സങ്ങൾ ഉടൻ പരിഹരിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. തലശ്ശേരി നഗരസഭ ഓഫീസിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് വിവിധ കുടിവെള്ള പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പ്രത്യേക അനുമതികൾ ഉടൻ ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് MLA കാരായി രാജൻ അറിയിച്ചു. മലബാർ ക്യാൻസർ സെന്ററിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും ജലവിതരണം ഉറപ്പാക്കുന്നതിനായി 12.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള 3 കോടി രൂപയുടെ ജലസംഭരണി നിർമ്മാണം പുരോഗമിക്കുകയാണ്. സുനാമി കോളനിയിലെ ജലസംഭരണിയിൽ നിന്ന് പ്രധാന വിതരണ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും മുന്നേറുന്നതായി യോഗം വിലയിരുത്തി. നഴ്സിംഗ് കോളേജ് മുതൽ ജംപ്ലാസ്റ്റ് ജംഗ്ഷൻ വരെയും ജംപ്ലാസ്റ്റ് ജംഗ്ഷൻ മുതൽ മോറക്കുന്ന് വരെയും 5 കോടി രൂപ വീതം ചെലവഴിച്ചുള്ള പൈപ്പ് ലൈൻ പദ്ധതികളും, കുട്ടിമാക്കൂലിൽ നിന്ന് സമ്പ് വരെ പൈപ്പ് സ്ഥാപിക്കൽ, ബൂസ്റ്റർ സമ്പ്, പമ്പ് ഹൗസ് നിർമ്മാണം ഉൾപ്പെടുന്ന 3 കോടി രൂപയുടെ പദ്ധതിയും നിലവിൽ ടെൻഡർ ഘട്ടത്തിലാണ്. ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കണമെന്ന് MLA നിർദ്ദേശിച്ചു. അമൃത കുടിവെള്ള പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കുകയും പ്രവൃത്തികൾക്കായി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്യണമെന്നും യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ലോകം ഫുട്ബോൾ ആവേശത്തിൽ മുഴുകുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച പ്രതിരോധ താരങ്ങളിലൊരാളും മുൻ ദേശീയ ടീം ക്യാപ്റ്റനുമായിരുന്ന മേക്കുന്നിന്റെ സ്വന്തം VP സത്യന്റെ ഓർമ്മകൾക്ക് ഈ മാസം 18-ന് 20 വർഷം പൂർത്തിയാകും. ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരത്തെ ജന്മനാട് വീണ്ടും ആദരപൂർവ്വം ആദരിക്കുകയാണ്. സത്യ, ഈ സൂക്കേട് കാലുകൊണ്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കും. അന്റെ കളി നമുക്ക് എന്നും വേണം. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ മായാത്ത അധ്യായമാണ് VP സത്യൻ. മേക്കുന്നിന്റെ മണ്ണിൽ നിന്നും ഉയർന്നു വന്ന സത്യൻ ഗ്രാമീണ മൈതാനങ്ങളിൽ പന്ത് തട്ടി തുടങ്ങിയ യാത്രയാണ് പിന്നീട് ഇന്ത്യൻ ദേശീയ ടീമിന്റെ നായകസ്ഥാനത്തെത്തിയത്. പ്രതിരോധ നിരയിലെ കരുത്തും കളിക്കളത്തിലെ അർപ്പണബോധവും മികച്ച നേതൃത്വപാഠവും സത്യനെ ഇന്ത്യൻ ഫുട്ബോളിന്റെ വിശ്വസ്തനായ ക്യാപ്റ്റനാക്കി. 1983-ൽ സന്തോഷ് ട്രോഫിയിലൂടെ കേരള ടീമിലെത്തിയ സത്യൻ 1985-ലെ ധാക്ക സാഫ് ഗെയിംസിലൂടെയാണ് ഇന്ത്യൻ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത്. നെഹ്റു കപ്പ്, ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹം പ്രതിരോധ നിരയിലും മധ്യനിരയിലും ഒരുപോലെ മികവ് തെളിയിച്ചു. കേരള പോലീസിനായി ശ്രദ്ധേയ പ്രകടനം നടത്തിയ സത്യൻ പിന്നീട് വിവിധ ക്ലബ്ബുകളുടെയും ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരള പോലീസിലേക്ക് മടങ്ങിയെത്തി കളിക്കാരനായും പരിശീലകനായും സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച പ്രതിരോധ താരങ്ങളിൽ ഒരാളായാണ്
സത്യൻ ഇന്നും വിലയിരുത്തപ്പെടുന്നത്. 2006 ജൂലൈ 18 അദ്ദേഹം വിട പറഞ്ഞെങ്കിലും ഫുട്ബോൾ ലോകത്ത് VP സത്യൻ എന്ന പേര് ഇന്നും ആവേശവും അഭിമാനവുമാണ്. 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജന്മനാടായ മേക്കുന്നിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണെന്ന് VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ K. സൈനൽ ആബിദീൻ പറഞ്ഞു. ലോകം മുഴുവൻ ഫുട്ബോളിൻ്റെ മാസ്മരിക ലഹരിയിൽ മുഴുകി നിൽക്കുമ്പോഴും മലയാളിക്ക് നെഞ്ചിലൊരു വിങ്ങലായി അവശേഷിക്കുന്ന ഒരു പേരുണ്ട്, VP സത്യൻ. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും പിറവിയെടുത്ത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അമരക്കാരനായി മാറിയ ആ ഇതിഹാസ നായകൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഈ വരുന്ന ജൂലൈ 18 2 പതിറ്റാണ്ട് തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കാൻ ജന്മനാടായ കണ്ണൂരിലെ മേക്കുന്നിൽ VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പ്രിയ താരത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് സ്തുതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സത്യൻ എന്ന നാമത്തെ എന്നും ആവേശത്തോടെ നെഞ്ചേറ്റുന്ന യുവതലമുറക്കായി മികച്ച ടീമുകൾ മറ്റുരക്കുന്ന ആവേശകരമായ ഫുട്ബോൾ മത്സരവും അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളും നാട്ടുകാരും കായിക പ്രേമികളും ഒത്തുചേരുന്ന അനുസ്മരണ സമ്മേളനങ്ങളും നടത്തുന്നുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ഫുട്ബോൾ മത്സരം, അനുസ്മരണ സമ്മേളനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഫുട്ബോൾ താരങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും VP സത്യൻ ട്രസ്റ്റ് ഭാരവാഹികളായ സുരേന്ദ്രൻ മേക്കുന്ന്, നാസർ, ഷിജിത്ത് മേക്കുന്ന് തുടങ്ങിയവർ അറിയിച്ചു. വർഷങ്ങളായി അനുസ്മരണ സമ്മേളനങ്ങളും എല്ലാ വർഷവും മുടങ്ങാതെ അനുസ്മരണ സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങൾ നടത്തുകയും അതോടൊപ്പം കൊച്ചു സത്യന്മാരെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് വർഷങ്ങളായി കോച്ചിങ് സെൻ്ററൊക്കെ ആരംഭിച്ച് കൊച്ചുകുട്ടികളെ വളർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിനുപരിയായി നാട്ടിലെ കായിക സാംസ്കാരിക രംഗങ്ങളുടെ ഒരു സ്ഥിരാകേന്ദ്രമായി ഈ മനോഹരമായ ഈ 3 നില കെട്ടിടം, അതിൻ്റെ ഓഡിറ്റോറിയമൊക്കെ പൊതുജനങ്ങൾക്ക് എല്ലാ കായിക വിനോദങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്ക് വേദിയൊരുക്കുകയാണ്. അവിടെ ധാരാളം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. കരാട്ടെ ക്ലാസ് നടക്കുന്നുണ്ട്, ചെസ്സ് പരിശീലനം നടക്കുന്നുണ്ട്, ചെസ്സ് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി നൃത്താഭ്യാസം നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി പരിപാടികളുടെ ഒരു സ്ഥിരാകേന്ദ്രമായി മേക്കുന്ന് VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റ് മാറിയിരിക്കുകയാണ്. ലോകം മുഴുവൻ ഫുട്ബോൾ ആരാധകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ രീതിയിലുള്ള കായിക പ്രവർത്തനങ്ങളൊക്കെ ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. VP സത്യൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർ. പിന്നെ മേക്കുന്നിൽ VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിനെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ ഡൈനാമിക് നേതൃത്വം, അതായത് സൈനുൽ ആബിദീൻ എന്ന ഞങ്ങളുടെ ആബിദ്ക്ക, അതുപോലെ ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ, വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ മധുസൂദൻ, ഇവരുടെ നേതൃത്വത്തിൽ ട്രസ്റ്റ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ അതിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ കോച്ചിങ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പിന്നെ ഒരു അനുസ്മരണ സമ്മേളനം, അതോടനുബന്ധിച്ച് ഒരു ഫുട്ബോൾ മേളയും നടന്നു. ഈ വരുന്ന ജൂലൈ 18 സത്യൻ്റെ അനുസ്മരണ ദിനമാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ അതിന് മുന്നേയായി 11-ാം തീയതി ഒരു അനുസ്മരണ സമ്മേളനവും ഷറഫ് അലീനെ പങ്കെടുപ്പിച്ചുകൊണ്ട് MLAയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റിൽ നടത്തുകയുണ്ടായി. അതിൽ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും ഭംഗിയായി നടത്തുകയും ചെയ്തു. 18-ാം തീയതിയുള്ള പുഷ്പാർച്ചനയും ഇതാണ് അനുബന്ധിച്ച് മറ്റു പരിപാടികളും നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ട്രസ്റ്റ്. മേക്കുന്നിൻ്റെ മണ്ണിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നെറുകയിലെത്തിയ VP സത്യൻ കാലം എത്ര കടന്നുപോയാലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്ന ഇതിഹാസം തന്നെയാണ്. 20 വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവോടെ തലകുനിക്കുകയാണ് ജന്മനാടും ഒപ്പം കായിക കേരളവും. കടവത്തൂരിലെ മൈത്രി സ്പെഷ്യൽ സ്കൂളിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഗൾഫ് പ്രവാസി സംഗമത്തിനും മൈത്രി സ്കിൽ സ്റ്റുഡിയോ ശിലാസ്ഥാപനത്തിനുമായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ഇരു പരിപാടികളും വൻ വിജയമാക്കാൻ വിവിധ മേഖലകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സ്വാഗത സംഘത്തിന് രൂപം നൽകിയത്. മൈത്രി സ്പെഷ്യൽ സ്കൂളിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 21 നടക്കുന്ന ഗൾഫ് പ്രവാസി സംഗമവും ജൂലൈ 27 നടക്കുന്ന മൈത്രി സ്കിൽ സ്റ്റുഡിയോ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ ശിലാസ്ഥാപന ചടങ്ങും വിജയിപ്പിക്കാൻ വേണ്ടിയാണ് സംഘാടക സമിതിക്ക് രൂപം നൽകിയത്. പൊട്ടങ്കണ്ടി അബ്ദുള്ള മുഖ്യ രക്ഷാധികാരിയും PK ഇബ്രാഹിം ഹാജി, പോയിൽ അബ്ദുള്ള, PP അബൂബക്കർ, പോക്കറാട്ടിൽ നാസർ എന്നിവർ രക്ഷാധികാരികളായും PK ഷെരീഫ് ചെയർമാനായും K ഖാലിദ് സുല്ലമി ജനറൽ കൺവീനറായും കാട്ടൂർ മുഹമ്മദ്, അഷ്റഫ്, മത്തത്ത് സിദ്ദിഖ്, കാട്ടിൽ മഹ്റൂഫ് എന്നിവർ കൺവീനർമാരായും കമ്മിറ്റി രൂപീകരിച്ചു.
ജൂലൈ 21 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പ്രത്യേക സജ്ജമാക്കുന്ന മൈത്രി സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഗൾഫ് പ്രവാസി സംഗമം നടക്കും. തുടർന്ന് ജൂലൈ 27 രാവിലെ 9:30 വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മൈത്രി സ്പെഷ്യൽ സ്കൂൾ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററായ മൈത്രി സ്കിൽ സ്റ്റുഡിയോയുടെ ശിലാസ്ഥാപനം നിർവഹിക്കും. ഇരു പരിപാടികളുടെയും വിജയത്തിനായി രൂപീകരിച്ച സംഘാടക സമിതി യോഗം NK അഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്തു. മൈത്രി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പൊട്ടക്കണ്ടി ഷെരീഫ് അധ്യക്ഷനായി. കിഴക്കേടത്ത് അബൂബക്കർ, CH ഇസ്മയിൽ ഫാറൂഖി, T മുഹമ്മദ് അഷ്റഫ്, K മഹ്റൂഫ്, K ഖാലിദ് സുല്ലമി, R അബ്ദുൽ ഖാദർ സുല്ലമി എന്നിവർ സംസാരിച്ചു. വിദേശത്ത് വികലമായി മുത്തപ്പൻ തെയ്യം കെട്ടി വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയതായി ആരോപണം. കഴിഞ്ഞ 11-ാം തീയതി ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടത്തിയ പരിപാടിയെ ചൊല്ലിയാണ് വണ്ണാൻ സമുദായ സംഘം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മെൽബണിലെ വിഭഞ്ചി ഗ്രന്ഥശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് ദക്ഷകം 2026 എന്ന പേരിലാണ് ബോക്സ് ഹിൽ ടൗൺ ഹാളിൽ അന്യ സമുദായത്തിലുള്ളവർ മുത്തപ്പൻ തെയ്യം വികലമായി കെട്ടി സമുദായത്തെയും വിശ്വാസികളെയും ഒരുപോലെ വേദനിപ്പിച്ചതെന്നും ഇതിനെതിരെ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും CV ഉണ്ണികൃഷ്ണൻ പെരുവണ്ണാൻ, മനോജ് പെരുവണ്ണാൻ, ശശി പെരുവണ്ണാൻ എന്നിവർ പറഞ്ഞു. ഈ കഴിഞ്ഞ 11-ാം തീയതി ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഒരു മുത്തപ്പൻ, അതായത് വിഭജിക ഗ്രന്ഥശാലയുടെ 10ാമത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ബോക്സിൽ ടൗൺ ഹാളിൽ നമ്മുടെ ഒരു മുത്തപ്പൻ ഒരു പൊതു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടിയാടിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയ ആൾക്കാരാണ്. അതൊന്ന് നമ്മുടെ ഒരു പ്രശസ്ത നാടക കലാകാരൻ അതുപോലെ ഏഷ്യാനെറ്റ് മുൻഷി ഫെയിം ബിജു ഇരിണാവ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തി തെയ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരു മലയ സമുദായാംഗമാണ്. മലയ സമുദായത്തിൽപ്പെട്ട കുറച്ച് തെയ്യങ്ങൾ കെട്ടിയാടിയ ഒരു വ്യക്തിയാണ്. പിന്നെ കൂടെ പോയതൊന്ന് ഹരിപ്പണിക്കർ അരോളി എന്നുള്ള ഒരു വ്യക്തിയാണ്. അയാൾ ആചാരപ്പെട്ട ഒരു മലയ സമുദായാംഗമാണ്, പണിക്കറാണ്. അപ്പോൾ നമ്മളെ ഉത്തര കേരളത്തിൽ ഏറ്റവും നമ്മുടെയൊക്കെ ഒരു വികാരമാണ് മുത്തപ്പൻ എന്നുള്ളത്. അപ്പോൾ ലോകത്ത് എവിടെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഇപ്പം മുത്തപ്പൻ കെട്ടിയാടുന്നുണ്ട്. അതൊക്കെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായിട്ട് കെട്ടിയാടുന്നത്. ഇത് ഒരു സ്റ്റേജിലാണ് അവതരിപ്പിച്ചത്. അതോ ഈ മുത്തപ്പൻ കെട്ടാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത ഒരു സമുദായങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഭക്തിയാദരപൂർവ്വം കാണുന്ന ചെയ്യിപ്പിച്ചവർക്കത് വളരെ അവർക്ക് ആരാ കെട്ടിയതെന്നും അറിയില്ലെന്നും. നമ്മളിവിടെ ചെയ്യുന്ന പോലെ തന്നെ മുത്തപ്പൻ സ്റ്റേജിൻ്റെ മേലെ അവതരിപ്പിച്ചു. അതുപോലെ നമ്മൾ മുത്തപ്പൻ അടിച്ചേളി എന്നുള്ളൊരു ചടങ്ങ് വീട്ടിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങൊക്കെ അതിൽ കണ്ടു. അതിൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ മുത്തപ്പൻ സംസാരിക്കുന്നത്, ഒരു ഭക്തയായ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ദക്ഷിണ വാങ്ങുന്നത് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും കുറ്റകരമായ അല്ലെങ്കിൽ ഒരു സംഭവമാണ്. നമ്മൾ ആചാര അനുഷ്ഠാനത്തോടു കൂടി ചെയ്യേണ്ടതാണ് തെയ്യം. കണ്ണൂർ ജില്ലയിലെ നാടക കലാകാരനും മലയ സമുദായത്തിൽപ്പെട്ടവരുമാണ് വിദേശത്ത് മുത്തപ്പൻ കോലം കെട്ടിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി.
ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോർ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. ജവഹർ ബാൽമഞ്ച് ചാലക്കര 6ാം വാർഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ തലങ്ങളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി. അനുമോദന യോഗം പുതുച്ചേരി സംസ്ഥാന കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മയ്യഴി നഗരസഭ മുൻ കൗൺസിലറുമായ സത്യൻ കേളോത്ത് ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാൽമഞ്ച് എന്നുദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഇങ്ങോളമുള്ള സംസ്ഥാനങ്ങളിൽ പടർന്നു പന്തലിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ്. 8 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യത്താകമാനം ജവഹർ ബാൽമഞ്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി കഴിഞ്ഞ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടത് സന്ദീപാണ്. നമ്മുടെ ആ കമ്മിറ്റിയിൽ വന്നത് ഈ പ്രദേശത്തുള്ള ഹെൻറിയാണ്. ഇപ്പോൾ ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ വാർഡിൽ നിന്നുള്ള ശ്വേതയാണ്. മാഹി ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ അശ്വിൻ വിനീതാണ്. അപ്പം എല്ലാം കൊണ്ടും തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും ഈ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാനും. ജവഹർ ബാൽമഞ്ച് മാഹി ബ്ലോക്ക് പ്രസിഡന്റ് അശ്വിൻ വിനീത് അധ്യക്ഷത വഹിച്ചു. മുൻ അസിസ്റ്റന്റ് ലേബർ ഇൻസ്പെക്ടർ K മനോജ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഫ്രണ്ട്സിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുണ്ടാവും, സൊസൈറ്റിയിൽ നിന്നുണ്ടാവും,
പക്ഷെ അതെല്ലാം ഒരു പരിധി വരെ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഏത് തരത്തിൽ പോകണമെന്നുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ പേരൻസിന് കറക്റ്റായിട്ട് അറിയാൻ സാധ്യതയുണ്ട്, പിന്നെ ടീച്ചേഴ്സിന് അറിയാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. മയ്യഴി നഗരസഭ മുൻ വൈസ് ചെയർമാൻ പി വിനോദ്, KV ഹരീന്ദ്രൻ, MA കൃഷ്ണൻ, KV സന്ദീപ്, ജവഹർ ബാൽമഞ്ച് മാഹി കോർഡിനേറ്റർ മുഹമ്മദ് മുബാഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KV ശ്വേത, ആന്റിൻ റെജി എന്നിവർ സംസാരിച്ചു. പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ വയലിലിറങ്ങി നെൽകൃഷി നേരിട്ട് പഠിച്ച വിദ്യാർത്ഥികൾ. കുന്നോത്തുപറമ്പ് LP സ്കൂളിലെ കുട്ടികൾക്ക് ഞാറുനടലും നെൽകൃഷിയുടെ ശാസ്ത്രീയ രീതികളും പരിചയപ്പെടുത്തി കൃഷിഭവനും കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തും. നെൽകൃഷിയുടെ പ്രാധാന്യവും ഞാറുനടൽ രീതികളും നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് കുന്നോത്തുപറമ്പ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ കൃഷിഭവന് സമീപത്തെ വയലിലിറങ്ങിയത്. കർഷകർ ഞാറ് നടുകയായിരുന്ന വയലിൽ മുതിർന്ന കർഷകരോടൊപ്പം കുട്ടികളും ആവേശത്തോടെ ഞാറ് നട്ടു. അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീലയും ജനപ്രതിനിധികളും വിദ്യാർത്ഥികൾക്കൊപ്പം വയലിലിറങ്ങി. കൃഷി ഓഫീസർ ആനന്ദിന്റെ നേതൃത്വത്തിൽ ആധുനിക നെൽകൃഷി രീതികൾ, ഞാറുനടൽ, കൃഷിയിലെ ശാസ്ത്രീയ സമീപനങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദമായ ക്ലാസും നൽകി. കൃഷിഭവൻ ജീവനക്കാരും പരിപാടിക്ക് നേതൃത്വം നൽകി. ഇത്തരം അനുഭവ പഠനങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് കൃഷിയോടുള്ള താല്പര്യവും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള അവബോധവും വളർത്താൻ സഹായിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല പറഞ്ഞു. പഞ്ചായത്ത് ജനപ്രതിനിധികളായ PK മുഹമ്മദ് അലി, KP സമീറ, KC ബിന്ദു, T സുജില, AP ലീല എന്നിവരും കൃഷിഭവൻ ജീവനക്കാരും സ്കൂളിലെ അധ്യാപകരും പങ്കെടുത്തു. നെൽകൃഷി എങ്ങനെ നടത്തുന്നു എന്ന് നേരിൽ കണ്ടത് പുതിയ അനുഭവമായിരുന്നുവെന്നും നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് പിന്നിലെ കർഷകരുടെ അധ്വാനം നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. പെരുന്തലൈവർ കാമരാജിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥി ദിനാചരണം സംഘടിപ്പിച്ചു. മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മാഹി MLA അഡ്വക്കേറ്റ് T അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ അദ്ദേഹത്തിന് 1954 മുതൽ 63 വരെ മദ്രാസിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലഘട്ടം അദ്ദേഹം ആഗ്രഹിച്ചിട്ട് വന്നതല്ല. അദ്ദേഹത്തിനെ കോൺഗ്രസ് നിർബന്ധപൂർവ്വം നിർബന്ധിച്ചിട്ടാണ് മുഖ്യമന്ത്രിയാക്കുന്നത്. മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഉറച്ചു തീരുമാനിച്ചൊരു കാര്യം എന്ന് പറയുന്നതിൽ 50 വർഷം മുന്നേ സ്കൂളുകളിൽ കുട്ടികൾ പോകാത്തതിന് കാരണം വീട്ടിലെ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. അതുകൊണ്ട് വീട്ടിലെ പട്ടിണി മാറ്റാൻ സ്കൂളിൽ പോയി ഭക്ഷണം നൽകിയാൽ, ഉച്ചഭക്ഷണം നൽകിക്കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് വരും. അങ്ങനെ കുറേ കുട്ടികൾക്കെങ്കിലും വിദ്യാഭ്യാസം നൽകാൻ കഴിയുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീക്ഷണം എല്ലാ ഗ്രാമങ്ങളിലും ഒരു പ്രൈമറി സ്കൂളും എല്ലാ പഞ്ചായത്തിലും ഒരു ഹൈസ്കൂളും ഉണ്ടാവണമെന്നായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിക്കുകയും ആദ്യമായി ഉച്ചഭക്ഷണം നൽകുന്ന ഒരു സ്കീം കൊണ്ടുവരികയും അങ്ങനെ ഉച്ചഭക്ഷണത്തോടുകൂടി കുട്ടികളൊക്കെ നല്ല ശതമാനം കുട്ടികളും തമിഴ്നാട്ടിലെ സ്കൂളിലേക്ക് വരാനുണ്ടായിരുന്നു. മാഹി അഡ്മിനിസ്ട്രേറ്റർ അങ്കിത് കുമാർ IAS അധ്യക്ഷത വഹിച്ചു. GMS മാഹി വിദ്യാർത്ഥികളുടെ സ്വാഗത ഗാനത്തോടെയും PM ശ്രീ ഗവൺമെൻറ് UP ഹയർ സെക്കൻഡറി സ്കൂൾ ചാലക്കരയിലെ വിദ്യാർത്ഥികളുടെ വന്ദേ മാതരത്തോടുകൂടി പരിപാടിക്ക് തുടക്കമായി. ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ തനൂജ MM സ്വാഗതം പറഞ്ഞു. സംസ്ഥാനതല പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ KGGHSS പള്ളൂരിലെ ജാൻവി സന്തോഷ് വിദ്യാർത്ഥി ദിന സന്ദേശം അവതരിപ്പിച്ചു. സമഗ്ര ശിക്ഷ മാഹി ADPC P ഷിജുവും PM ശ്രീ ഗവൺമെൻറ് UP ഹയർ സെക്കൻഡറി സ്കൂൾ ചാലക്കര പ്രധാനാധ്യാപകൻ KV മുരളീധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PM ശ്രീ IKK GHSS പന്തക്കൽ വൈസ് പ്രിൻസിപ്പൽ K ഷീഭ നന്ദി പറഞ്ഞു. മാപ്പിളപ്പാട്ടിന്റെ പൈതൃകവും സാഹിത്യ സംഭാവനകളും ഓർമ്മപ്പെടുത്തി തലശ്ശേരിയിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഗ്രന്ഥകാരനും മാപ്പിളപ്പാട്ട് രചയിതാവുമായിരുന്ന O അബു സാഹിബിന്റെ 46ാമത് അനുസ്മരണവും 17ാമത് O അബു സ്മാരക അവാർഡ് സമർപ്പണവും നടന്നു. തലശ്ശേരി മാപ്പിള കലാകേന്ദ്രത്തിന്റെ
നേതൃത്വത്തിലായിരുന്നു വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. മാപ്പിളപ്പാട്ടിൻ്റെ പൈതൃകവും സാഹിത്യ സംഭാവനകളും ഓർമ്മപ്പെടുത്തിയാണ് തലശ്ശേരിയിൽ ഒ അബു സാഹിബ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. വിസ്തൃത ഗ്രന്ഥകാരനും മാപ്പിളപ്പാട്ട് രചയിതാവുമായിരുന്നു ഒ അബു സാഹിബ്. അദ്ദേഹത്തിൻ്റെ 46ാമത് അനുസ്മരണവും 17ാമത് സ്മാരക പുരസ്കാര സമർപ്പണവുമാണ് തലശ്ശേരി നടന്നത്. കാരായി രാജൻ MLA പുരസ്കാര സമർപ്പണം നടത്തി. മാപ്പിളപ്പാട്ട് ഗവേഷകനും രചയിതാവുമായ അബ്ദുൽ ഖാദർ വിൽറോഡിക്കാണ് ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ചത്. തലശ്ശേരി മാപ്പിള കലാകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. ഒ അബു സാഹിബിൻ്റെ കൃതികൾ പുനഃപ്രസിദ്ധീകരിക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കാരായി രാജൻ MLA ആവശ്യപ്പെട്ടു. പറ്റുമെങ്കിൽ തലശ്ശേരി നഗരസഭ പ്രത്യേക പ്രൊജക്റ്റായി കൊണ്ടുവന്ന് ഇതിന് പരിശ്രമിക്കണമെന്നും കാരായി രാജൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും നമുക്ക് സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാൻ സാധിക്കണം. അതിന് പറ്റുമെങ്കിൽ തലശ്ശേരി നഗരസഭയ്ക്ക് ഒരു പ്രൊജക്റ്റ് വെച്ച് ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൃതികളും സമാഹൃത കൃതികളാക്കി മലയാള ഭാഷയ്ക്ക് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ശ്രമം നമുക്കെല്ലാം കൂട്ടായി ഏറ്റെടുക്കാനും അതുവഴി അദ്ദേഹത്തിന് ഉചിതമായ മറ്റ് സ്മാരകങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയണമെന്നും ഒരു നല്ല സ്മരണ അദ്ദേഹത്തിന് എക്കാലവും നിലനിർത്താൻ പാകത്തിലുണ്ടാവണമെന്നും അതിന് നമുക്ക് കൂട്ടായി ശ്രമിക്കാം എന്നുകൂടി നിങ്ങളോടൊപ്പം എൻ്റെ ഒരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് അവാർഡ് ജേതാവിനെയും മാപ്പിള കലാ കേന്ദ്രത്തിനും എല്ലാ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. മാപ്പിള കലാകേന്ദ്രം പ്രസിഡന്റ് പ്രൊഫസർ AP സുബൈർ അധ്യക്ഷനായി. അറബി മലയാള സാഹിത്യ ചരിത്രം എന്ന അദ്ദേഹത്തിൻ്റെ ഗവേഷണ പുസ്തകം അന്നേ വരെ ആരും തൊട്ടു നോക്കിയിട്ടില്ലാത്ത ഒരു മേഖലയായിരുന്നു. അറബി മലയാള സാഹിത്യം അല്ലെങ്കിൽ മാപ്പിള സാഹിത്യം എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടുകൾ മാത്രമാണ്. അത് കല്യാണ വീടുകളിൽ പാടുന്ന പാട്ടുകളാണ്. അല്ലെങ്കിൽ ഒപ്പനയൊന്നും അത്ര ഇന്നത്തെ മാതിരി ഒപ്പനയൊന്നും ജനപ്രിയമായി തീർത്തോന്നുമില്ല. ഒപ്പന സ്കൂൾ വീടുകളിൽ, കല്യാണ വീടുകളിൽ മാത്രം ഉണ്ടായിരുന്നൊരു കാലത്ത് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് മഹാകവി ഉള്ളൂർ പറഞ്ഞത് അത് ഒരു നാടൻ പാട്ടാണ്, ഫോക്ക് സാഹിത്യത്തിൽപ്പെട്ടതാണ്, മലബാറിലെ നാടൻ പാട്ടാണ്. അതിനുപരി മാപ്പിളപ്പാട്ടിനെ കുറിച്ചോ മാപ്പിള പാട്ട് മാത്രമല്ല അറബി മലയാള സാഹിത്യ ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ ഗദ്യരചനകളുണ്ട്, ചരിത്രരചനകളുണ്ട്, കഥ ആഖ്യാനങ്ങളുണ്ട്, വൈദ്യശാസ്ത്ര പുസ്തകങ്ങളുണ്ട്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിനുപരി കർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള, ഹദീസ് വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഉള്ള നിരവധി സാഹിത്യം. മാപ്പിള കലാകേന്ദ്രം ജനറൽ സെക്രട്ടറി ഉസ്മാൻ P വടക്കുംപാട് സ്വാഗതം പറഞ്ഞു. മാപ്പിളപ്പാട്ട് ഗവേഷകൻ K അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തലശ്ശേരി നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് MV മുഹമ്മദ് സലീം, നാടകൃത്ത് TKD മുഴപ്പിലങ്ങാട്, പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ സമീർ ധർമ്മടം, മുൻ നഗരസഭാംഗം സൈറ മുഹമ്മദ്, ബക്കർ തോട്ടുമൽ, മാധ്യമപ്രവർത്തകൻ PM അഷ്റഫ്, AK ഇബ്രാഹിം, അലി വലിയടത്ത്, ജാഫർ ജാസ് എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാവ് അബ്ദുൽ ഖാദർ വിൽറോഡി മറുപടി പ്രസംഗം നടത്തി. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാവി മുന്തി മുഹമ്മദിനെ വേൽക്കാനെന്താ ജബല്ല മാമിനി മണിയായ ഖദീജാവി ചോളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ പോലുള്ള അതിമനോഹരമായ പ്രവാചക കീർത്തനങ്ങൾ പ്രവാചകൻ്റെ മദീന പാലായനത്തിനിടയിൽ കൂട്ടുകാരനുമൊത്ത് ഹിറാ ഗുഹയിൽ ഇരുന്നപ്പോൾ ഒരു കാട്ടുചിലന്തിയുടെ കഥ പറയുന്ന തണ്ണീർ കൊണ്ട് വലഞ്ഞൊരു വലയാൽ പൊത്തി ആ പൊത്തിൻ്റെ തൊട്ടരികത്തവരെത്തി റസൂലിനെ തേടുമ്പോൾ
പൊത്തിൻമൂട്ടിലൊളിച്ചു കളിച്ചൊരു കാട്ടുചിലന്തി മെല്ലെ പുഞ്ചിരി പൂണ്ട് പറഞ്ഞു റസൂലിനെ കാണൂല കാണൂല. ഇതുപോലുള്ള പാട്ടുകളൊക്കെ രചിച്ചത് ഈ തലശ്ശേരിയിലുള്ള മർഹൂം വാബു മാഷായിരുന്നു എന്ന് പിൽക്കാലത്ത് കൂടുതൽ പഠിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. തലശ്ശേരി ജാസ് മ്യൂസിക്സിന്റെ ഗാനവിരുന്നും അരങ്ങേറി. പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പുമിഴി കൊണ്ട് കവിതകൾ കുറിക്കും, അതു കണ്ടൻ മനസ്സാകെ പദ പദ പതയ്ക്കും. ഓമനാമുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. മാപ്പിളപ്പാട്ടിന്റെ പാരമ്പര്യവും ഒ ആബു സാഹിബിന്റെ ഓർമ്മകളും പുതുക്കിയ ചടങ്ങായി അനുസ്മരണ ചടങ്ങ് മാറി. ലിറ്റിൽ കൈറ്റ്സ് അവാർഡിന് ജില്ലയിൽ ഏറ്റവും മികച്ച മൂന്നാമത്തെ സ്കൂളായി തിരഞ്ഞെടുത്ത മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അംഗങ്ങൾക്ക് സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി അരവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. IT അധിഷ്ഠിത വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് അവാർഡ് കണ്ണൂർ ജില്ലയിലെ മൂന്നാമത്തെ മികച്ച യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുമോദന പ്രവാഹം. മികച്ച നേട്ടം കൈവരിച്ച യൂണിറ്റിലെ വിദ്യാർത്ഥികളെയും കൈറ്റ്സും മെന്റർമാരായ അധ്യാപകരെയും സ്കൂൾ മാനേജ്മെൻറ്റ്, സഹപ്രവർത്തകരായ അധ്യാപകർ, PTA എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് അനുമോദിച്ചു. ഡിജിറ്റൽ സാക്ഷരത, പ്രോഗ്രാമിംഗ്, ആനിമേഷൻ, ഹാർഡ്വെയർ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് സ്കൂളിന് ഈ ജില്ലാതല പുരസ്കാരം ലഭിച്ചത്. സ്കൂൾ കവാടത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ അധ്യാപകരും മാനേജ്മെൻറ്റ് പ്രതിനിധികളും ചേർന്ന് ഹാരാർപ്പണം ചെയ്ത് സ്കൂളിലേക്ക് ആനയിച്ചു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി അരവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മികവാർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ ഞാൻ അങ്ങേയറ്റം ഹാർദമായി അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ എല്ലാവിധ, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മനോഹാരിത കൂട്ടാൻ, അതിൻ്റെ ഭംഗി വളരെ വലുതാക്കിയെടുക്കാൻ ഏറ്റവും മേമ്പടിയായി പ്രവർത്തിക്കുന്ന ഒരു ഘടകം എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നിങ്ങൾ കാണിച്ചു തന്നു എന്നതിൽ ഏറെ അഭിമാനത്തോടുകൂടി ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകങ്ങൾ എന്നോട് നിർത്തുന്നു. പ്രധാനാധ്യാപകൻ ഒ യൂസഫ് സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മാനേജർ എൻ സുനിൽകുമാർ, ഡെപ്യൂട്ടി HM KM ഉണ്ണി, SRG കൺവീനർ TK സന്ധ്യ, മുൻ പ്രധാനാധ്യാപകൻ CP സുധീന്ദ്രൻ എന്നിവർ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെ മികച്ച പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് സംസാരിച്ചു. കൈറ്റ് മെൻറ്റർ K പവിത്രൻ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് സംസാരിച്ചു. കൈറ്റ് മൈൻഡർ VP ഷീജ നന്ദി പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിൽ പുതുതായി അംഗത്വമെടുത്തവർക്ക് വരവേൽപ്പ് നൽകി. തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വരവേൽപ്പ് നൽകിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിൽ പുതുതായി അംഗത്വമെടുത്തവർക്ക് തലശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി. KPCC ട്രഷറർ VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അതിലെല്ലാം പുറത്ത് വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത തീരുമാനം ഏറ്റവും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. കേരളത്തിലെ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് നമ്മുടെ ജനസംഖ്യ, നമ്മുടെ
ജീവിത നിലവാരം ഉയരുകയും നമ്മുടെ ലൈഫ് സ്പാൻ, അതായത് ജീവിക്കുന്ന വയസ്സ് കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതെന്തോ വലിയ അപരാധമാണെന്ന് കഴിഞ്ഞൊരു മന്ത്രി, വെള്ളിത്തം മാത്രം വിളിച്ചു പറയുന്ന കഴിഞ്ഞൊരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന്റെ, നമ്മുടെ ജനതയുടെ ആരോഗ്യത്തിന്റെ ഒരു ലക്ഷണമായി നമ്മൾ കാണുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ റിട്ടയർമെന്റ് പ്രായം 55 കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ ലൈഫ് സ്പാൻ, അതായത് ജീവിതത്തിന്റെ ദൈർഘ്യം, അതായത് 55 വയസ്സ് 87 വയസ്സായി. ഇന്ന് ഇന്ത്യയിൽ 74 വയസ്സിലെത്തി നിൽക്കുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത്. കേരളത്തിൽ അതിനേക്കാൾ കൂടുതലാണ്. കേരളത്തിന്റെ സാഹചര്യം, ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സാഹചര്യങ്ങൾ വെച്ച് വളരെ കൂടുതലായി മുന്നോട്ടേക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം, ഈ കഴിഞ്ഞ ദിവസം ഇതിന്റെ കൃത്യമായ കണക്ക് ഞാൻ ഓർക്കുന്നില്ല, കണക്ക് പുറത്തുവന്നത്, നല്ലൊരു ശതമാനം വയോജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നമുക്ക് എല്ലാവരും നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി.കെ. സുരേന്ദ്രൻ അധ്യക്ഷനായി. അർദ്ധവാർഷിക കൗൺസിൽ യോഗം ജില്ലാ പ്രസിഡന്റ് എം.പി. കുഞ്ഞിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഓഡിറ്റർ എം.പി. കൃഷ്ണദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം പി. അബ്ദുൽ ഖാദർ, കുടുംബ പെൻഷനർ എൻ.പി. കൗസു എന്നിവരുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി.കെ. രാജേന്ദ്രൻ, പി.വി. ബാലകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വി. ലളിത, വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി അജിത് കുമാരി കോളി, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ എം. സോമനാഥൻ, കെ. രവീന്ദ്രൻ, കെ. എം. പവിത്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ. പ്രഭാകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി. പി. മോഹനൻ, പി. കെ. ശ്രീധരൻ, പി. കെ. പങ്കജാക്ഷൻ, പി. സതി, നിയോജകമണ്ഡലം സെക്രട്ടറി സുനിൽ കരിമ്പിൽ, ട്രഷറർ വി. പി. രാജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. തലശ്ശേരി മാരിയമ്മൻ വാർഡിൽ വെളിച്ചം വിതറി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ലോമാസ്റ്റ് ലൈറ്റ്.
ലോമാസ്റ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം AVK നായർ റോഡ് ജംഗ്ഷനിൽ ഡൗൺ ടൗൺ മാളിന് സമീപം നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. തലശ്ശേരി നഗരസഭ മാരിയമ്മ വാർഡിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ലോമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം AVK നായർ റോഡ് ജംഗ്ഷനിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. തലശ്ശേരി മണ്ഡലം MLA ബഹുമാനപ്പെട്ട ഇന്നത്തെ കേരള നിയമസഭാ സ്പീക്കറുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഈ ലോമാസ്റ്റ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഉദ്ഘാടനമാണ് നിർവഹിക്കുമ്പോൾ ഉദ്ഘാടനം അറിയിച്ചു. വാർഡ് കൗൺസിലർ നൂറ ടീച്ചർ അധ്യക്ഷയായി. ഭരണസമിതിയുടെ കാലത്ത് നമ്മുടെ വാർഡിൽ മാരിയമ്മ വാർഡിൽ MLA ഫണ്ടിൽ നിന്നും 2 ലോമാസ്റ്റ് ലൈറ്റ് പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് PP മുഹമ്മദ് അലി, K ഖാലിദ്, K മുഹമ്മദ് റയീസ്, ഫാറൂഖ് പാലോട്ട്, UB സാലി, സുഹൈഫ് അവാലിൽ, റൊഫൈസ്, ഉബൈസ്, മുൻ കൗൺസിലർ VK ഹുസൈൻ, വാർഡ് കൺവീനർ MMK റിയാസ്, AP റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗമായി നഗരസഭാ ജീവനക്കാരും കൗൺസിലർമാരും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. നഗരസഭാ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ലോകകപ്പിന്റെ പ്രചരണാർത്ഥം നഗരസഭാ ജീവനക്കാരും കൗൺസിലർമാരും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. നഗരസഭാ സ്റ്റേഡിയത്തിലാണ് മത്സരം ഒരുക്കിയത്. നഗരസഭാ ജീവനക്കാർ 1-0 ഗോളിന് കൗൺസിലർമാരെ പരാജയപ്പെടുത്തി. ഫുട്ബോൾ മത്സരം കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ ഇന്ന് ഒരു പന്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകകപ്പ് അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ലക്ഷം മാത്രം ജനങ്ങളുള്ള ഒരു രാജ്യമാദ്യമായി ലോകകപ്പിൽ കളിക്കുകയുണ്ടായി. അങ്ങേയറ്റം ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി, ആ രാജ്യത്തിലെ ജനതയ്ക്ക് വേണ്ടി കളിക്കളങ്ങൾ കോരിത്തെരിപ്പിച്ച കായിക താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ ഫുട്ബോളിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ മത്സരത്തിൽ നമ്മൾ കാണുന്ന മാനവികമായ സംസ്കാരം, 2 കളിക്കാർ തമ്മിൽ മത്സരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരാളെ പേര് പറയുമ്പോൾ ചില ഫാൻസുകാർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പ്രതിരോധം തീർക്കാൻ ആ ദരിദ്ര രാജ്യത്തെ ഒരു വലിയ ഗോൾ കീപ്പർ ഉണ്ടായി. 7ഓളം ഷൂട്ടുകൾ പ്രതിരോധിച്ച് നിർത്തിയപ്പോൾ ആ കഴിവിനെ പ്രശംസിച്ച് വാരിപ്പുണരാൻ ലോകത്തിന്റെ ഫുട്ബോൾ ദൈവം എന്ന് ഇന്നറിയപ്പെടുന്ന ഒരേ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് നിങ്ങൾക്കറിയാം. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ V സതി അധ്യക്ഷയായി. ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് കാര്യാലയത്തിന്റെ ഉദ്ഘാടനവും കുടുംബ സദസ്സും വാടിക്കൽ MM റോഡിൽ നടന്നു. കുടുംബ സദസ്സിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. രാഷ്ട്രീയ സ്വയംസേവക സംഘ് ഉത്തര പ്രാന്ത കാര്യകാരി സദസ്യൻ വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഏത് സമയത്താണെങ്കിലും ആളുകളുടെ വിഷമഘട്ടത്തിൽ, ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ ദൈവദൂതനെ പോലെ പാഞ്ഞെത്തുന്ന ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി, അങ്ങനെ ഒരു തൊഴിലാളിയാണ്. അക്ഷരാർത്ഥത്തിൽ തൊഴിലാളികളുടെ ഇടയിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ തൊഴിലാളികളാണ് ഓട്ടോറിക്ഷ തൊഴിലാളി. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ പ്രസിഡന്റ് സത്യൻ ചാലക്കര അധ്യക്ഷത വഹിച്ചു. BMS യൂണിറ്റ് സെക്രട്ടറി ഷിജു വാടിക്കൽ, BMS ജില്ലാ സെക്രട്ടറി രാജേഷ് വള്ളങ്ങാട്, BMS മേഖലാ സെക്രട്ടറി പ്രസന്നൻ, സെക്രട്ടറി TP ശ്രീധരൻ, STU സെക്രട്ടറി ജലീൽ, INTUC സെക്രട്ടറി രാജീവൻ, BMS യൂണിറ്റ് പ്രസിഡന്റ്
MA പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ചെമ്പാട് LP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗം ചേർന്നു. LSS വിജയികളെയും ഉന്നത വിജയികളെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. പനിനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ലീല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളിലില്ല, പക്ഷേ ഇവിടെ കുട്ടികളെ നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കൂളിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് അൺഎയ്ഡഡ് മേഖലയിലേക്ക് കുട്ടികളെ അയക്കുന്ന ഒരു പ്രവണതയുള്ള കാലത്ത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് ഈ സ്കൂളിലേക്ക് കുട്ടികൾ എത്തുകയും ആ കുട്ടികൾ മികച്ച വിജയം കൈവരിക്കാൻ, അതായത് 16 കുട്ടികളിൽ 8 കുട്ടികൾ LSS നേടുക എന്ന് പറയുന്ന 50% കുട്ടികൾ എന്നതാണ്. അതൊരു വലിയ കാര്യമാണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക നിലവാരം അടയാളപ്പെടുത്തുന്നത് ഇത്തരം സ്കോളർഷിപ്പ് പരീക്ഷകളിലൂടെയാണ്. അപ്പം ആ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ നല്ല നിലയിൽ SSLCയും +2 ഫുൾ A+ വാങ്ങി ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുന്നുണ്ട്. അവർക്കും ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഒരു മുതൽക്കൂട്ടായി എടുത്ത് അവരുടെ പിന്നീടുള്ള കാലത്ത് അവർക്കത് സഹായകമായിട്ടുണ്ട് എന്നത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. വാർഡ് അംഗം MP രജനി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KP ശശിധരൻ, വാർഡ് അംഗവും PTA വൈസ് പ്രസിഡന്റുമായ നസീർ ഇടവലത്ത്, മുൻ പ്രധാനാധ്യാപകരായ M ജയകൃഷ്ണൻ, CK ശശിധരൻ, മാനേജർ പ്രതിനിധി റിസ്ബാന എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക T ബുഷ്ര സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സാജിറ നന്ദിയും പറഞ്ഞു. LSS വിജയികളെയും ഉന്നത വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പാനൂരിൽ ഇമേജിയോ അഡ്വർടൈസിംഗ് പ്രവർത്തനം ആരംഭിച്ചു. പൂക്കോം റോഡിൽ ക്രസന്റ് ആശുപത്രിക്ക് എതിർവശത്തായി പേൾ ഇൻ പാനൂർ ബിൽഡിംഗിൽ നഗരസഭാധ്യക്ഷ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പരസ്യം, ബ്രാൻഡിംഗ്, പ്രിന്റിംഗ് മേഖലയിൽ പുതിയ സംരംഭമായാണ് ഇമേജിയോ പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക പ്രിന്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളുമായാണ് ഇമേജിയോ അഡ്വർടൈസിംഗ് പ്രവർത്തനം ആരംഭിച്ചത്. പാനൂർ നഗരസഭാധ്യക്ഷ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പരസ്യം, ബ്രാൻഡിംഗ്, പ്രിന്റിംഗ് മേഖലയിൽ സമഗ്ര സേവനങ്ങൾ എന്നിവ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രിന്റിംഗ്, ഫ്ലക്സ് പ്രിന്റിംഗ്, ക്ലോത്ത് പ്രിന്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ്, ബിസിനസ് കാർഡുകൾ, വിവാഹ ക്ഷണക്കത്തുകൾ, സൈൻ ബോർഡുകൾ, റോളപ്പ് സ്റ്റാൻഡുകൾ, വിനൈൽ സ്റ്റിക്കറുകൾ, ട്രോഫികൾ, മൊമന്റോകൾ, വിവിധ വലുപ്പത്തിലുള്ള ഫ്രെയിമുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരസ്യ പ്രിന്റിംഗ് സേവനങ്ങൾ ഇവിടെ ലഭ്യമാകും. മിഷണറി സെഷന്റെ ഉദ്ഘാടനം പേൾ ഇൻ പാനൂർ ബിൽഡിംഗ് ഉടമ ശശീന്ദ്രൻ നിർവഹിച്ചു.
വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരംഭകർക്കും ഗുണമേന്മയുള്ള ഡിസൈനിങ്, ബ്രാൻഡിങ്, പ്രിന്റിംഗ് സേവനങ്ങൾ എന്നിവ വേഗത്തിലും പ്രൊഫഷണൽ രീതിയിലും ലഭ്യമാക്കുകയാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ കുടിയാൻമല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എരുവേശി പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളിയെ കുളിമുറിയിൽ കഴുത്തറുത്തു കൊന്ന സംഭവത്തിൽ സഹോദരി ഭർത്താവ് അറസ്റ്റിൽ. മരിച്ചത് ഒഡീഷ സ്വദേശിയായ ഫിലിപ്പ്. അറസ്റ്റിലായത് സഹോദരി ഭർത്താവ് രമേശ. സ്വന്തം ജന്മദിനത്തിൽ രക്തം ദാനം ചെയ്ത് മാതൃകയായി മാഹി MLA അഡ്വക്കേറ്റ് ടി അശോക് കുമാർ. രക്തദാന ക്യാമ്പിൽ ശേഖരിച്ചത് 76 യൂണിറ്റ് രക്തം. തലശ്ശേരി നഗരസഭയിലെ കുടിവെള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടാൻ തീരുമാനം തലശ്ശേരി MLA കാരായി രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ. ഇന്ത്യൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച പ്രതിരോധ താരങ്ങളിലൊരാളും മുൻ ദേശീയ ടീം ക്യാപ്റ്റനുമായ മേക്കുന്നിന്റെ സ്വന്തം VP സത്യന്റെ ഓർമ്മകൾക്ക് 18-ന് 20 വർഷം. അഭിമാന താരത്തെ ആദരപൂർവ്വം സ്മരിക്കാൻ ജന്മനാട്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.